കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ പിടികൂടിയിരിക്കുന്നു. ഒന്നാം ബ്ലോക്കിലെ തടവുകാരൻ ഫോൺ ഉപയോഗിക്കുന്നതിനിടെയാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പിടിച്ചെടുത്തത് 6 മൊബൈൽ ഫോണുകളാണ്. ഇതെന്തോന്നടേ, അവിടെ മൊബൈൽ ഷോപ്പാ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് 6 മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തത്. ചുരുക്കത്തിൽ അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഇനി അവിടെ മൊബൈൽ റിപ്പയറിംഗ് സെന്റർ കൂടി തുടങ്ങിയാൽ മതി കണ്ണൂർ സെൻട്രൽ ജയിൽ. അതാണ് അവസ്ഥ. മാത്രമല്ല നമ്മൾ അറിഞ്ഞത് അവിടെ ഡെലിവറിക്ക് വേണ്ടി പ്രത്യേക ഫീസൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അവിടെ മത്സരിക്കാൻ ടീമൊക്കെ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പം അർജുൻ കല്യാൺ ഉണ്ട്. അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ. വീണ്ടും ഒരു മൊബൈൽ ഫോൺ പിടികൂടിയിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ അർജുൻ കല്യാൺ ഈ സെൻട്രൽ ജയിലിൽ വരുന്നു? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തുടർച്ചയായി 2 ആഴ്ചക്കിടെ 6ാമത്തെ മൊബൈൽ ഫോണാണ് പിടികൂടുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നാലെ തന്നെ സുരക്ഷാ പരിശോധന കർശനമാക്കണം, ജയിലിലുള്ള പലരും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുന്നു, ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യം ഗോവിന്ദച്ചാമി തന്നെ ഈ പറയുന്ന പോലീസിനോടും മറ്റ് ഉദ്യോഗസ്ഥരോടും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരോടുമൊക്കെ പറഞ്ഞതാണ്. ആ ഗോവിന്ദച്ചാമി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശരിയായി വരുന്നത്. കാരണം ഉദ്യോഗസ്ഥർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ പറയുന്ന തടവ് പുള്ളികൾ ഓരോ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നോണം തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന മൊബൈൽ ഫോൺ 1-ാം ബ്ലോക്കിലെ തടവുകാരൻ ഫോൺ ഉപയോഗിക്കുന്നതിനിടെയാണ് ഈ ജയിലർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അത് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ എന്തായാലും സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനകത്തൊരു ഗൗരവമായിട്ടുള്ള പരിശോധന, കൃത്യമായ രീതിയിലുള്ള പരിശോധനയും അന്വേഷണമൊക്കെ നടക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവർക്ക് എങ്ങനെയാണ് ഈ മൊബൈല് അകത്ത് ലഭ്യമാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വിശദമായ രീതിയിലുള്ള ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നെയാണ് കണ്ണൂരിൽ നിന്ന് പനങ്കാവ് സ്വദേശിയായിട്ടുള്ള അക്ഷയ് എന്ന് പറയുന്ന ഒരാൾ ഈ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും ജയിലിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിനിടെ ഈ ശ്രദ്ധയിൽപ്പെടുന്നതിൻ്റെ ഭാഗമായി പിടിയിലാവുന്നത്. അയാൾ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്.